ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജകുമാരിക്കടുത്തുള്ള, അതായത് ഏകദേശം 8 കിലോമീറ്റർ മുട്ടുകാട് റൂട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ മുട്ടുകാട് മുനിയറക്കുന്നുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ വഴിയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക്കി വരുമ്പോൾ ഈ ഒരു ഹിഡൻ പ്ലേസിലേക്കൊന്നും ആരും അധികം വരാത്തതാണ്. അപ്പോൾ ഈ പ്ലേസുകളിലൊക്കെ നിങ്ങൾ വന്ന് കാണാനൊക്കെ ആയിട്ടൊരു ഇൻട്രസ്റ്റ് എടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണേണ്ടത് തന്നെയാണ്. കാരണം ചക്രമുടിയുടെ ഭാഗങ്ങൾ, മഞ്ഞുമൂടിയ ഭാഗങ്ങൾ, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളായിട്ട് മലകൾ, ഇങ്ങനെ വൈവിധ്യമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. ഫാമിലിയായിട്ട് വരുവാണെങ്കിലും നടന്ന് കാണാൻ തന്നെ. അതോടൊപ്പം തന്നെ ഒരു ഗുഹയും അതിനകത്തുണ്ട്. അതിലൊക്കെ കയറാനൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും. നല്ല രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ മുട്ടുകാടിനുള്ള ആ ഒരു മുനിയറക്കുന്നുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കാരണം ഈ മെയിൻ റോഡിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന രാജകുമാരിയാണ്, രാജകുമാരിക്ക് പോകുന്നതാണ്. പിന്നെ അതേസമയം മുകളിലോട്ട് ആ വഴി പോയാൽ നമുക്ക് മൂന്നാറിന് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ഈ താവളത്തിലേക്ക് വന്ന് നമുക്ക് ഭംഗിയൊക്കെ ആസ്വദിച്ച് മൂന്നാറിലേക്കൊക്കെ പോകാം. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ ഏകദേശം ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പോക്കറ്റ് റോഡിലൂടെ നടന്നു വരുന്നു. ഇവിടെ അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വീൽ പ്ലേസുകൾ പോകരുത്. കാരണം ഇവിടെ ചെറിയൊരു നടപ്പാതയുണ്ട്. നമ്മളോടൊപ്പം ഒന്ന് രാജകുമാരിലെ ജിജോ ചേട്ടനാണ് കൂടെ ഉള്ളത്. അപ്പോൾ ചേട്ടൻ്റെ കൂടെയൊക്കെയാണെന്ന് പോകുന്നത്. ഇതുപോലെയുള്ള നടപ്പാതകളിലൂടെ കയറിയാണ് മുകളിലോട്ട് പോകേണ്ടത്. ഏകദേശം ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് നടക്കണം. ഇത്രയും ഈ കല്ലും കൂട്ടത്തിലേക്കൊക്കെ നടന്ന് നമ്മൾ ആ പാറയിലോട്ടൊക്കെ പോകാൻ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒത്ത് വരുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ് മുനിയറക്കുന്നുകൾ. അതിമനോഹരമായ ഈ പോക്കറ്റ് റോഡിലൂടെ നമ്മൾ നടപ്പാതയിലൂടെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഭംഗിയുള്ള പൂക്കളും ഏകദേശം നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് ഈ വഴിയിൽ. ഒരു സമയത്ത് ഞാൻ വന്നപ്പോൾ ഇവിടെ നല്ല തീയൊക്കെ കയറിയിരുന്ന സമയത്താണ് വന്നത്. ഇപ്പോൾ നമുക്കിത് നല്ല പച്ചപ്പും നല്ലൊരു ഭംഗിയാണ്. എവിടെ നോക്കിയാലും നല്ലൊരു പച്ചപ്പ്, ഇതുപോലെ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇതാണ് കഴിഞ്ഞൊരു നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചിറ്റീന്ത്, നമ്മുടെ ചൂലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പഴമൊക്കെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ഒരു 100-150 മീറ്റർ നടന്നപ്പോൾ നമ്മൾ ആ പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഈ കുന്നിൻ ചെരുവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങ് നോക്കിയാൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല വെള്ളം കെട്ടുകളും ഒഴുകുന്ന ചെറിയ തോടുകൾ പോലെ ഒഴുകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ മുമ്പോട്ട് നമുക്ക് പോകാം. എന്താ ഭംഗിയല്ലേ! ഈ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സമ്മാനമെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗി കയറി വരുമ്പോൾ. ഇവിടെ തന്നെ കോളേജുകാർ ഇവിടെ പിള്ളേർ സ്റ്റഡി ചെയ്തിട്ട് എഴുതിയേക്കുന്ന ബോർഡുകളാണിത്. ചരിത്രത്തിൻ്റെ മൂല്യം അറിയുന്നവർക്കൊക്കെ ചരിത്ര സ്മാരകം സംരക്ഷിക്കാമെന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിനെപ്പറ്റി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ മോണുമെൻറ്റ്സിനെ പറ്റി ഒരുപാട് ഇവിടെ പിള്ളേരൊക്കെ വന്ന് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ എങ്ങ് നോക്കിയാലും ഉറവച്ചാലുകൾ ഉണ്ടോ, ഉറവച്ചാലുകളൊക്കെ പാറയിലൂടെ ഒഴുകിയിരിക്കുന്നത് കാണാം. അതേ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളിങ്ങനെ കാർമേഘത്തിലൊക്കെ തട്ടി താഴത്തേക്ക് വരുന്നൊരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒപ്പം തന്നെ മുട്ടുകാട് പാടനിരകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല ഇരുട്ടുണ്ട്, കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട്. ഈ കയറി വരുന്നേ കാണുന്നത് ഒരു സ്മാരകമാണ്. ഇവിടെയൊക്കെ പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് കണ്ടോ. കാടൊക്കെ പിടിച്ച് കയറിപ്പോയി. നല്ലൊരു മോണുമെൻറ്റ്സിൻ്റെ നല്ലൊരു
എക്സ്പീരിയൻസ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കതിലേക്കൊന്ന് പോയി കയറാം. ഏകദേശം 20ഓളം ശേഷിപ്പുകളാണ് മുനിയറകൾ ഇവിടെ ഉള്ളത്. അപ്പോൾ 2 തരത്തിലുള്ള വാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, മുനിമാർ ഇവിടെ താമസിച്ചിരുന്നതാണെന്നും അതോടൊപ്പം തന്നെ അവരുടെ സംസ്കാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതും ശവസംസ്കാരത്തിന് ആയിട്ട് ഉപയോഗിച്ചിരുന്നതുമായിട്ടുള്ള മുനിയറകളാണെന്നാണ് അറിയുന്നത്. ഏകദേശം BC 200നും 1000നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ് ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ പഠനത്തിനായി വന്നതിന് ശേഷം ഒരുപാട് സൈൻ ബോർഡുകൾ കാര്യങ്ങൾ വെച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ തിരിച്ചു വരികയാണ്. 2 ഇണക്കുരുവികൾ അവിടെ ഇരുന്ന് സല്ലപിക്കുന്നു. അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ തിരിച്ചു ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണെങ്കിൽ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ വേണം. അപ്പോൾ അതൊക്കെയായിട്ട് നമുക്കൊരു വലിയ ചരിത്ര വീഡിയോ നമുക്ക് ചെയ്യാം.